ഹലോ എവ്രി വൺ അന്നേരം എട്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. നമ്മളെ ഫംഗ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ വീഡിയോസ് ഒക്കെ കണ്ട് പലരുടെയും കിളി പോയിട്ടുണ്ടോന്ന് എനിക്കറിയാം. ഇത് തുടക്കം മാത്രമാണ്. ജെയിലെ വളരെ നല്ല കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ജെയില് ആദ്യത്തെ 1-2 മാസം നിങ്ങൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് വരെ, ട്രിഗ്നോമെട്രി കഴിഞ്ഞ് കോംപ്ലക്സ് നമ്പേഴ്സ് വരെ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കയറി പോയിക്കോളും. പിന്നെ എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് പേടിച്ചു പോകുന്ന പിള്ളേരാണ്. കാരണം ഈ 10ാം ക്ലാസ് വരെ ഒരു ഫോർമുല അന്ന് വോളിയം ഓഫ് എ ക്യൂബ് ഇസ് ഈക്വൽ ടു എ ക്യൂബ് എന്നൊക്കെ പഠിച്ചിട്ട് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കളികൾ കാണുമ്പോൾ കുറച്ചൊന്ന് പേടിക്കും. അത് വളരെ നോർമലാണ്. പക്ഷെ പേടിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ ലെവലിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെഇ അഡ്വാൻസ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ NCERT-യോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെഇ കിട്ടുമെന്നൊക്കെ നിങ്ങളെ വേണമെങ്കിൽ പറഞ്ഞ് പറ്റിക്കാൻ കിട്ടത്തില്ല. ജെഇ അഡ്വാൻസിന് വേണമെങ്കിൽ ഈ ലെവലിൽ കളിക്കാൻ പഠിക്കണം. കോട്ടയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ഉള്ള പിള്ളേര് ഈ ലെവലിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് ജെഇയിലെ കംപ്ലീറ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ കൂടെ നിൽക്കുക, നന്നായിട്ട് പഠിക്കാം. നമുക്ക് അന്നേരം മുന്നോട്ട് പോവാം. അന്നേരം ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സോ ചോദ്യം ഇതാണ്: if y is equal to greatest integer of x plus sigma r is equal to 1 up to 200, greatest integer of x plus r divided by 200. ഈ സിഗ്മ നൊട്ടേഷൻ ഒക്കെ ഞാൻ ബേസിക് മാത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബേസിക് മാത്ത് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അന്നേരം ഇത് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. അന്നേരം ഇതെന്താ പറയുന്നത്? y is equal to greatest integer of x plus, then ഇത് ചോദ്യം ഇതാണ്: draw the graph of y. draw the graph of y എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് പ്ലസ് സമ്മേഷൻ എന്ന് പറഞ്ഞാൽ 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 200. അടുത്തത് എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 200 എക്സെട്ര എവിടെ വരെ പോവും? എക്സ് പ്ലസ് 200 ഡിവൈഡഡ് ബൈ 200 വരെ പോവും. അല്ലെ? ശരിയല്ലേ? ഇങ്ങനെയല്ലേ സിഗ്മ നൊട്ടേഷൻ വരുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 200 ഒരുമിച്ച് ചെയ്തേക്കുന്നത് എന്താ? എല്ലാത്തിന്റെയും ഡിനോമിനേറ്ററിൽ 200 ആയതുകൊണ്ട് ഒരുമിച്ച് ചെയ്താലോ. ദിസ് ഇസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് പ്ലസ്. ഇതിൽ എന്താ സംഭവിക്കുന്നത്? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് 1. നമുക്കറിയാം ഫ്രാക്ഷണൽ പാർട്ടിന്റെ ഉള്ളിൽ ഒരു ഇന്റീജർ വന്നു കഴിഞ്ഞാൽ ആ ഇന്റീജറിനെ എടുത്ത് മാറ്റാമല്ലോ. അതായത് ഇവിടെ എന്ത് വരും? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് വരും. ഇവിടെ എന്ത് വരും? ഇവിടെയും ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് വരും. പ്ലസ് എക്സെട്ര അവസാനം വരെ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 200 എന്ന് വരും. സോ ദിസ് ഇസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ്. ഇത് എത്ര ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്? 200 ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഉണ്ട്. ദാറ്റ് ഇസ് 200 ടൈംസ് ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് വരും. അല്ലെ? ഇവിടെയും ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്, ഇവിടെയും ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്. അതുവരെ 200 ടൈംസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 200. 200 200 പറ്റിപ്പോയി. ഫൈനലി നമുക്ക് എന്ത് കിട്ടി? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്നാണ് എക്സ് തന്നെയാണ്. സോ എന്താ നമുക്ക് കിട്ടിയ? y is equal to x എന്നുള്ളൊരു ഫംഗ്ഷൻ അല്ലേ നമുക്ക് കിട്ടിയത് ഫൈനലി. y is equal to x-ന്റെ ഗ്രാഫ് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. 45 ഡിഗ്രി വെച്ച് വരയ്ക്കുന്ന ഈ ഒരു ഗ്രാഫ് ആയിരിക്കണമല്ലോ നമ്മുടെ ഗ്രാഫ്. ദിസ് ഇസ് y is equal to x. അല്ലെ? ഇത്രയേ ഉള്ളൂ നമുക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ, എന്നാൽ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ കാണുമ്പോൾ ഒന്ന് പേടിക്കുന്നവരെ മിക്കാറുള്ളവർ ഇങ്ങനെ, ഓ സിഗ്മ വന്നു, ഫ്രാക്ഷണൽ പാർട്ട് വന്നു, കിളി പോയി ഇരിക്കാതെ പതുക്കെ സമയമെടുത്ത് അറിയാവുന്നതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. മോസ്റ്റ്ലി നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തും, നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. പോയിന്റ്സ് ഇതാണ്: എക്സിന് നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് എഴുതി കൂടെ? ഇത് ഫ്രാക്ഷൻ ആണ്, ഇതൊരു ഇന്റീജർ ആണ്, ഇന്റീജർ പാർട്ട് അല്ലെ? അതായത് ഏതൊരു നമ്പറിന് ഒരു ഇന്റീജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. അതായത് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറിന് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതാതെ ഒരു നമ്പർ പ്ലസ് ഫ്രാക്ഷൻ എന്ന് എഴുതാലോ. വേറെ n is an integer. ഈ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിന് പകരം എഫ് എന്ന് ഷോർട്ട് ആയിട്ട് എഴുതാം. എപ്പോഴും ഇങ്ങനെ എഴുതാനായിട്ട് കുറച്ച് പാടല്ലേ? അതേപോലെ തന്നെ ഈ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സിന് നമുക്ക് n എന്ന് എഴുതാം, വേറെ n is an integer. അതായത് ഒരു എക്സിന്റെ നമ്പറിന് n പ്ലസ് എഫ് എന്ന് എപ്പോഴും എഴുതാമല്ലോ, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ഇസ് ഈക്വൽ ടു n പ്ലസ് എഫ് നമുക്ക് എന്താ അറിയാൻ പറ്റുന്നത്? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് എന്നറിയാം, അല്ലെ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 1/3 ആണെങ്കിൽ, അതല്ല, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് 1/3 എന്ന് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ എക്സിനെ ഏതോ ഒരു ഇന്റീജർ പ്ലസ് 1/3 നമുക്ക് എഴുതി കൂടെ? n പ്ലസ് 1/3 നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. എല്ലാവരും ഉറപ്പല്ലേ ഈ കാര്യം? അല്ലെ? എക്സ് ഇസ് ഈക്വൽ ടു n പ്ലസ് 1/3 എന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, അല്ലെ? പിന്നെന്താ നമുക്കറിയാം? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിന്റെ വാല്യൂസ് 0ക്കും എഫിനും ഇടയ്ക്ക്, ഫ്രാക്ഷണൽ പാർട്ടിനും ഇടയ്ക്കായിരിക്കും എന്ന് നമുക്ക് എപ്പോഴും അറിയാമല്ലോ, അല്ലെ? ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ, അതായത്
ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രാഫ് പറയാം, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിന്റെ ഗ്രാഫ് പറയാം, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു അല്ലെ. ഇതെന്താണ്? ഇത് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഗ്രാഫാണ് അല്ലെ. എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഗ്രാഫാണ് അല്ലെ. ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് ഇതിനും ഇടയ്ക്ക് എവിടെയൊക്കെയോ വരുമെന്ന് നമുക്കറിയാം അല്ലെ. ഇത്രയും കാര്യമല്ലേ നമുക്കറിയാവുന്നേ. അന്നേരം ഇത് എപ്പോഴായിരിക്കും ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് എപ്പോഴാണോ അതായിരിക്കും ഇവിടെ വരുന്നത് അല്ലെ. ഇത് 1 ആണെങ്കിൽ ഇത് 1 പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് എന്ന് വരും. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ റേഞ്ച് ഓഫ് y is equal to x minus greatest integer of x minus 2. അതായത് x മൈനസ് നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇന്റീജറിന്റെ ഉള്ളിൽ ഇന്റീജർ ഉണ്ടെങ്കിൽ അതിങ്ങനെ പുറത്തു വരും അല്ലെ. മൈനസ് ഓഫ് -2 എന്ന് പറയുന്ന +2 എന്നായില്ലേ. അതേപോലെ എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് എന്താണ്? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് വരും. ഇത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് 2ന്റെ റേഞ്ച് അല്ലേ നമുക്ക് ചോദിക്കുന്നത്. നമുക്കറിയാം ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എവിടെ നിന്ന് എവിടെ വരെയാ വരുന്നത്? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് 0ക്കും 1നും ഇടയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് 2 വരണമെങ്കിൽ രണ്ട് സൈഡ് ത്രൂ ഔട്ട് 2 ആഡ് ചെയ്യാം. അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് പ്ലസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അതായത് 2നും 3ക്കും ഇടയ്ക്കല്ലേ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ഇസ് ബിറ്റ്വീൻ 2 and 3 എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. കാര്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും. റേഞ്ചസ് ബിറ്റ്വീൻ 2 and 3. ഇതിന്റെ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? 2ൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെ. 0ൽ നിന്ന് തുടങ്ങുന്നതിന് വരാം. കാരണം എന്നാലേ 2നും 3ക്കും ഇടയ്ക്ക് ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് വരത്തുള്ളൂ. ഐ മീൻ റേഞ്ച് ഓഫ് ദ വാല്യൂസ് വരത്തുള്ളൂ. ഓക്കെ, ഓൾ റൈറ്റ്, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ റേഞ്ച് ഓഫ് y is equal to symbol x plus 2 minus greatest integer of x minus 3. ഓക്കെ, അതായത് x plus 2 minus greatest integer of x minus 3 എന്താണ്? greatest integer of x minus of minus plus വരുന്നു അല്ലെ. അതായത് x minus greatest integer of x plus 5 എന്ന് വരുന്നു. x minus greatest integer of x ആണ് fractional part of x plus 5 അല്ലെ. സോ fractional part of x എത്ര വാല്യൂസ് നമുക്കറിയാം? അത് 0ക്കും 1നും ഇടയ്ക്കാണ്. 0ക്കും 1നും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് പ്ലസ് 5 കൊടുത്തു കഴിഞ്ഞാൽ 5നും 6നും ഇടയ്ക്ക് വരുമെന്നല്ലേ അർത്ഥം. അതായത് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 5നും 6നും ഇടയ്ക്കായിട്ട് വരും. ശരിയല്ലേ? ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 0, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് 0ക്കും 1നും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ 5ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര? 5നും 6നും ഇടയ്ക്ക് വരുമെന്നല്ലേ അർത്ഥം. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഓൾ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് തുറക്കാം. ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് y is equal to root of 4 minus x square divided by 2 times of fractional part of x minus 1. ഇത് റൂട്ടിന്റെ അകത്തുള്ള സാധനം എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും നമുക്കറിയാലോ. അതായത് റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ടൈംസ് ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് മൈനസ് 1. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. ഈ പാർട്ട് അറിയാലോ. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം റൂട്ട് ഓൾവേസ് പോസിറ്റീവ് ആണ്. ഒരു ഫ്രാക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് ആകണം, അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് ആകണം. ന്യൂമറേറ്റർ പോസിറ്റീവ് ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ഡെഫിനറ്റ്ലി പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാലോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് കടക്കാം. റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൂട്ടിനകത്തുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ അല്ലെ. ഈ കാര്യം കൺഫേംഡ് ആണ്. അതായത് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, അതായത് എക്സ് ബിലോങ്സ് ടു -2 to 2 എന്ന് നമുക്കറിയാം അല്ലെ. അതേപോലെ തന്നെ നമുക്കറിയാം 2x മൈനസ് 1 എന്താണ് അതും പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. കാരണം ഫ്രാക്ഷൻ പോസിറ്റീവ് ആകണമെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്, കാരണം ഇത് പോസിറ്റീവ് ആണ് എങ്കിൽ ഡിനോമിനേറ്ററും പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. അതായത് 2 into ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് മൈനസ് 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 അല്ലെ. അത് പോസിറ്റീവ് ആയിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ, കാരണം എന്താ, ന്യൂമറേറ്റർ പോസിറ്റീവ് ആയതുകൊണ്ട് ഡിനോമിനേറ്ററും പോസിറ്റീവ് ആയിരിക്കണം. അതായത് 2 into ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. അതായത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1/2 അല്ലെ. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 ആകണമെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂസ്, ഡൊമൈൻ എന്ന് പറയുന്ന എക്സിന്റെ വാല്യൂസ് അല്ലേ, നമുക്ക് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിന്റെ നോർമൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ് അല്ലെ. ഇങ്ങനെ
ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്, ഇത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിന്റെ വാല്യൂസ് ആണ്, അത് ഗ്രേറ്റർ ദാൻ 1/2. എക്സാക്ട്ലി 1/2 എന്ന് പറയുന്ന മിഡിലായിരിക്കും, കാരണം ഇത് 1 ആണ്, എക്സാക്ട്ലി മിഡിലിൽ 1/2. ഗ്രേറ്റർ ദാൻ 1/2 എന്ന് പറയുന്ന ഈ പാർട്ട്, ഈ പാർട്ട്, ഈ പാർട്ട്, ഈ പാർട്ട് എല്ലാം അല്ലെ. ഇത് എവിടെ നിന്നാ തുടങ്ങുന്നത്? ഇങ്ങനെ ഇവിടെ ആണെങ്കിൽ എവിടെ നിന്നാ തുടങ്ങുന്നത്? 1/2-നെക്കാട്ടിലും 1/2-നും 1-നും ഇടയ്ക്ക് അല്ലെ. ഇതാണെങ്കിൽ എവിടെ നിന്നാ തുടങ്ങുന്നത്? സോ പ്രീവിയസ്ലി നമുക്കറിയാം എക്സ് ബിലോങ്സ് ടു, ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു എക്സ് ബിലോങ്സ് ടു -2 to 2 ആണ്. എക്സ് ബിലോങ്സ് ടു -2 to 2. എക്സ് ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇവിടെയാണ്, 1 ഇവിടെയാണ്, 2 ഇവിടെയാണ്, 3 ഇവിടെയാണ്, 4 ഇവിടെയാണ്. അതോടൊപ്പം തന്നെ സോറിയേ, 0 ഇവിടെയാണ്, സോറി 1 ഇവിടെയാണ്, 2 ഇവിടെയാണ്, 3 ഇവിടെയാണ്, 4 ഇവിടെയാണ്, -1 ഇവിടെയാണ്, -2 ഇവിടെയാണ് അല്ലെ. എക്സിന്റെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 1/2 വരണമെങ്കിൽ ഇവിടെ 1/2-നെക്കാട്ടിലും ഗ്രേറ്റർ ആകണം. -2-നും 2-നും ഇടയ്ക്കുള്ള വാല്യൂസ് ആയിരിക്കണം. എക്സിന് -2-നും 2-നും ഇടയ്ക്കുള്ള വാല്യൂസും ആയിരിക്കണം. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കണം. അപ്പൊ ഏതൊക്കെ വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഈ വാല്യൂ എടുക്കാൻ പറ്റും, ഈ വാല്യൂ എടുക്കാൻ പറ്റും. ഈ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 1/2 തന്നെയാണ്. ഈ വാല്യൂ എന്ന് പറയുന്ന -1/2 എക്സ് എടുത്തു കഴിഞ്ഞാലും ആ വാല്യൂ തന്നെ വരുന്നു. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഈ പോയിന്റിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് -3/2 അല്ലെ. -3/2 കഴിഞ്ഞിട്ടുള്ള ഏതൊരു പോയിന്റിലും ഫ്രാക്ഷണൽ പാർട്ട് എന്താണ്? ഗ്രേറ്റർ ദാൻ 1/2 അല്ലെ. സോ -3/2 to -1 അല്ലെ, അത് പറ്റും. -3/2 പറ്റുമോ? -3/2 പറ്റുമോ? അത് -3/2 വന്നു കഴിഞ്ഞാൽ എക്സാക്ട്ലി 1/2 അല്ലേ, അതായത് -3/2 പറ്റില്ല. സോ -3/2 to -1 വരെ പോകാം. യൂണിയൻ പിന്നെ ഏതാ? -1/2 to 0 വരെ പോകാം. പിന്നെന്താ? 1/2 to 1 വരെ പോകാം. പിന്നെ 3/2 to 2 വരെ പോകാം. ഇത്രയല്ലേ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 ആണെങ്കിൽ -3/2 വന്നു കഴിഞ്ഞാൽ എക്സാക്ട്ലി 1/2 അല്ലേ വരത്തുള്ളൂ. അതിനെക്കാട്ടിലും കൂടുതൽ -1/2-നെക്കാട്ടിലും കൂടുതൽ ഇത്രയും വാല്യൂസ് പറ്റും. ഇത്രയും യൂണിയൻ ആയിരിക്കണം നമ്മുടെ ശരി ഉത്തരം. -3/2 to -1, യൂണിയൻ -1/2 to 0, 1/2 to 1, 3/2 to 2. ഇതല്ലേ 3/2? 3/2 ഇവിടെയാണ്. 3/2-ൽ നിന്ന് 2 വരെയുള്ള വാല്യൂസിൽ പറ്റും. 1/2-ൽ നിന്ന് 1 വരെയുള്ള വാല്യൂസിൽ പറ്റും. -1/2 to 0 വരെയുള്ള വാല്യൂസിൽ പറ്റും. ഇത്രയും വാല്യൂസിലെല്ലാം എക്സിന്റെ വാല്യൂസ് ഇത്രയും തന്നെ എടുക്കാമല്ലോ അല്ലെ. കാരണം എക്സ് 3/2 വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? 1 + 1/2 അതിനെക്കാട്ടിലും മുകളിലോട്ട് വരണം. 3/2-ൽ നിന്ന് മുകളിലേക്കുള്ള ഏത് വാല്യൂസും 2 വരെയുള്ള ഏത് വാല്യൂസിലും ഇത് സംഭവിക്കുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇതായിരിക്കണം നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്, ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. അത് ഓൾറെഡി -2-നും 2-നും ഇടയ്ക്കുമായിരിക്കണം. ഈ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്നും കൂടെ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ഒന്നും കൂടെ ചിന്തിച്ചൊന്ന് സമയമെടുത്തൊന്ന് മനസ്സിലാക്കുക. ഇതിനും കാര്യം നന്നായിട്ട് പിടികിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ്. അടുത്ത ഒന്ന് നോട്ട് ചെയ്യുക, NF മെത്തേഡ്. ഇത് വേറെ എങ്ങും കാണാത്തയാണ്, നമുക്കിതൊന്ന് പഠിക്കാം. ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കുറെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സും ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സും ഒക്കെ വരുമ്പോൾ. സോ നോട്ട് ഡൗൺ ചെയ്യുക ഇതിന്റെ യൂസ് കേസ്. യൂസ് ഓൺലി ഇൻ ക്വസ്റ്റ്യൻസ് ഇൻവോൾവിംഗ് എക്സ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ആൻഡ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്, ഓൾ 3 എല്ലാം വരുന്ന കേസിൽ ഇത് ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് ഓർക്കാം. ഇഫ് 2 into greatest integer of x minus x is fractional part of x plus 1, then what is the value of x? ഇതിൽ നമ്മളൊക്കെ എന്താ ചെയ്യേണ്ട? Put x is equal to n plus f. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് എന്താണ്? n എന്ന് എഴുതാം. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്താണ്? f എന്ന് എഴുതാം അല്ലെ. ഇത്രയല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലെ. അതായത് നമുക്കറിയാം 2n minus of n plus f is equal to f plus 1 എന്ന് വരും അല്ലെ. അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സിനെ n എന്നും ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സിനെ f എന്നും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ n minus f is equal to f plus 1, അതായത് n is equal to 2f plus 1 എന്ന് കിട്ടി. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അടുത്ത നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2, ഫോം ഇന്റർവെൽസ് ഓഫ് f and put n into it.
form intervals of f and put n into it. നമുക്കറിയാം എഫിന്റെ ഇന്റർവെൽ എത്രയാണ്? എഫ് എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കല്ലേ? അങ്ങനെയാണെങ്കിൽ 2f 0ക്കും 2നും ഇടയ്ക്കായിരിക്കും ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ? നമുക്കറിയാം 2f എന്ന് പറയുന്നത് എത്രയാണ്? 2f എന്ന് പറയുന്നത് n-1 ആണ് അല്ലെ? 2f എന്ന് പറയുന്നത് n-1 ആണെന്ന് നമുക്കറിയാം. സോ ഇതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 ലെസ് ദാൻ 2. ഇതൊരു ഇന്റീജർ അല്ലേ? n-1 എന്ന് പറയുന്നത് ഇന്റീജർ അല്ലേ? അല്ലെ? സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റീജർ വാല്യൂ ലെസ് ദാൻ 2 എന്ന് നമുക്ക് എഴുതാലോ. ഇത്രയും കാര്യം നമുക്ക് എഴുതാലോ. അതായത് 0ക്കും 2നും ഇടയ്ക്കുള്ള ഇന്റീജർ വാല്യൂസ് എത്ര? 0 പറ്റും 1 പറ്റും. 2 ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് അത് പറ്റില്ല. സോ ഇന്റീജർ വാല്യൂസ് 0യും 1 അല്ലെ? ഇന്റീജർ വാല്യൂസ് അതായത് n-1ന് 0 ആകാം, അല്ലെങ്കിൽ n-1ന് 1 ആകാം. ഇതല്ലേ കേസസ്? n-1ന് 0 ആയാൽ n is equal to 1, n-1 1 ആയാൽ n is equal to 2. ഇത്രയും കാര്യമല്ലേ നമുക്കറിയാവുന്ന? n 1 ആകാം, n 2 ആകാം. ഇത്രയാണ് കേസസ്. ഇത്രയും 2 കേസസ് നമുക്ക് വന്നു. നമുക്കിനി എന്താ അറിയുന്നത്? when n is equal to 1, when n is equal to 1 നമുക്ക് എന്തറിയാം? n is equal to 2f1 plus 1 ആണെന്ന് നമുക്കറിയാം അല്ലെ? when n is equal to 1, n is equal to 2f plus 1, അതായത് 1 is equal to 2f plus 1, അതായത് f is equal to 0. f is equal to 0 എന്ന് പറയും. നമുക്കറിയാം x is equal to n plus f ആണ്, അതായത് 1 plus 0, അതായത് x is equal to 1 എന്ന് നമുക്കൊരു വാല്യൂ കിട്ടി. അടുത്ത കേസ് when n is equal to 2 അല്ലെ? when n is equal to 2 നമുക്കറിയാം 2f is equal to എത്രയാണ്? n-1 എന്നറിയാം. അതായത് 2f is equal to 1 എന്ന് വരും. അതായത് f is equal to 1/2. നമുക്കറിയാം x is equal to n plus f ആണെന്നറിയാം. n എത്രയാണ്? 2 plus f എന്ന് പറയുന്നത് 1/2, അതായത് 5/2. സോ x ന്റെ വാല്യൂസ് ഏതൊക്കെയാണ് പോസിബിൾ? 1ഉം 5/2 ആണ് പോസിബിൾ. സോ ഇങ്ങനെയാണ് നമ്മൾ x ന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. സൊല്യൂഷൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കണ്ടുപിടിക്കാം. പക്ഷെ ഇന്റീജർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ജെയിൽ വരുമല്ലോ, അതിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും തരികിട കാണിച്ചു കഴിഞ്ഞാലേ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, അല്ല അടിപൊളി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് പിള്ളേർക്കൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടി വരാം. പക്ഷെ നിങ്ങൾക്ക് ജെയ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാമായിട്ടിരിക്കുക, സമയം എടുക്കുക, നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഇതെല്ലാം പഠിച്ച് മുന്നോട്ട് പോവുക. ഐ എം ഷുവർ ദാറ്റ് യു വിൽ റിയലി ഡു വെൽ. ഗിവ് ഇറ്റ് സം ടൈം, അറ്റ്ലീസ്റ്റ് 6 months നന്നായിട്ട് ഇങ്ങനത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾ യൂസ് ടു ആയി കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾ കുറച്ചൊക്കെ കയറി വരാൻ തുടങ്ങത്തുള്ളൂ. ഓക്കെ, സോ അതുവരേക്കും നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക, പേടിക്കാതെ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് x if 4 times of fractional part of x is x plus greatest integer of x. ഓക്കെ, ഇപ്പൊ നമുക്ക് എഫ് എന്നിന്റെയും കളി തുടങ്ങിയ 4f is equal to n plus f plus n ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. അതായത് 3f is equal to 2n എന്ന് നമുക്ക് കിട്ടി അല്ലെ? നമുക്കറിയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3f ലെസ് ദാൻ 3 ആണെന്ന് നമുക്കറിയാം. അതായത് 0 ലെസ് ദാൻ ഓർ 3f എന്ന് പറയുന്നത് 2n അല്ലേ? 2n ലെസ് ദാൻ 3 എന്ന് നമുക്കറിയാം. ഈ ഒരു വാല്യൂസ് അറിയാലോ. ഈ 2n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് ഇന്റീജർ ആയതുകൊണ്ട് 2n ഇന്റീജർ ആണ് അല്ലെ? അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഇന്റീജർ വാല്യൂ ലെസ് ദാൻ 3 എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് കേസസ് എടുക്കാം. ഇതിന്റെ അകത്ത് ഇന്റീജർ വാല്യൂസ് ഏതൊക്കെ വരും? 3 വാല്യൂസ് വരത്തില്ലേ? ഇന്റീജർ വാല്യൂ i is equal to 0 വരാം, i is equal to 1 വരാം, i is equal to 2 വരാം. ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. i is equal to 0 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 2n is equal to i is equal to 0 2n അല്ലേ നമ്മൾ i എന്ന് വിളിച്ചേക്കുന്നത് അല്ലെ? അതായത് 2n is equal to 0, that is n is equal to 0. if n is equal to 0 നമുക്കറിയാം 3f is equal to 2n അല്ലെ? അതായത് f will also be equal to 0 അല്ലെ? അതായത് x ന്റെ വാല്യൂ എന്താണ്? n plus f ആണെന്ന് നമുക്കറിയാം. x is equal to n plus f അല്ലെ? അതായത് x ന്റെ വാല്യൂ 0 എന്ന് നമുക്ക് കിട്ടുമെന്ന് അറിയാം. കാര്യം പിടിച്ചിട്ടോ? അടുത്തത് i is equal to 1. i is equal to 1 വന്നു കഴിഞ്ഞാൽ അതായത് 2n is equal to 1, 2n ആണല്ലോ നമ്മൾ ഇന്റീജർ എന്ന് വിളിച്ചേക്കുന്ന. 2n is equal to 1, അതായത് n is equal to 1/2. ഒരു n എന്ന് പറയുന്ന ഇന്റീജറിന് 1/2 എന്ന് കിട്ടുമോ? നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി എടുത്തേക്കുന്നത് തന്നെ ഇന്റീജർ ആയിട്ടല്ലേ. സോ n is equal to 1/2 നോട്ട് പോസിബിൾ. ഈ കേസ് നമ്മളങ്ങ് കളഞ്ഞു, കാരണം n is equal to 1/2 നോട്ട് പോസിബിൾ. അടുത്ത i is equal to 2 വന്നു കഴിഞ്ഞാൽ 2n is equal to 2, അതായത് n is equal to 1, അതായത് 3f is equal to 2n, അതായത് 3f is equal to 2, അതായത് f is equal to 2/3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്ന n plus f ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് 1 ആണ് ഇവിടുത്തെ n പ്ലസ് f എന്ന് പറയുന്നത് 2/3, അതായത് 5/3. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻസ് എത്രയൊക്കെയാണ്? x belongs to 0യും 5/3യും ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. 0യും 5/3യും ആണ് വാല്യൂസ്.
ഓക്കെ, ഈ കാര്യവും പിടികിട്ടിയോ? ഓക്കെ, വണ്ടർഫുൾ. അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ അകത്ത് കുറച്ച് APയുടെയും HPയുടെയും ഒക്കെ കാര്യങ്ങൾ പിടികിട്ടും. ഇത് തുടങ്ങുന്നതിന് മുമ്പ് AP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? A+D കോമൺ നമ്പേഴ്സ് ആഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ആണ്. എക്സാമ്പിൾ 2, 5, 8, 11 ഒക്കെ 3 ആഡ് ചെയ്ത് പോവാണ് അല്ലെ. ഇതെല്ലാം AP ആണ്. HP എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹാർമോണിക് പ്രോഗ്രഷൻ. ഇപ്പൊ 1/2, 1/5, 1/8, 1/11 എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം റെസിപ്രോക്കൽസ് APയിലാണല്ലോ. ഈ 4 നമ്പറിന്റെയും റെസിപ്രോക്കൽസ് APയിലാണെങ്കിൽ നമുക്ക് പറയാം ഈ 4 നമ്പേഴ്സും HPയിലാണ്. സോ 2ഉം 5ഉം 8ഉം 11ഉം APയിലായതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കൽസ് ആയിട്ടുള്ള 1/2ഉം 1/5ഉം 1/8ഉം 1/11ഉം എല്ലാം HPയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ HPയുടെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കിപ്പം ചോദ്യത്തിലേക്ക് കിടക്കാം. അങ്ങനെയാണെങ്കിൽ APയിൽ ഒരു കാര്യം കൂടെ നമുക്ക് നോട്ട് ചെയ്യാനുണ്ട്. എയും ബിയും സിയും APയിലാണെങ്കിൽ നമുക്കറിയാം B മൈനസ് എയും C മൈനസ് ബിയും സെയിം ആയിരിക്കും അല്ലെ. 2B is equal to A plus C, അതായത് B is equal to A plus C/2 ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ, കാരണം കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഷുഡ് ബി സെയിം ആസ് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ഷുഡ് ബി സെയിം ആസ് ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം എക്സെട്ര അല്ലെ. ഇങ്ങനെയല്ലേ കാര്യങ്ങള്? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇഫ് എക്സ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ആൻഡ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആർ ഇൻ HP, ഇത് മൂന്നും HPയിലാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ റെസിപ്രോക്കൽ അതായത് 1HP. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സും ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സും. ഇത്രയേ ഉള്ളൂ ചോദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നും തന്നിട്ടില്ല. ഇത്രയും വെച്ചിട്ട് കളിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കടന്നു നോക്കാം. ഈ എക്സും ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സും ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സും HPയിലാണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽസ് ആയിട്ടുള്ള 1/xഉം 1 ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സും 1 ഫ്രാക്ഷൻ ഓഫ് പാർട്ട് ഓഫ് എക്സും APയിലായിരിക്കണമല്ലോ. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നല്ലോ APയുടെ കോൺസെപ്റ്റ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. അതായത് 1 ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് മൈനസ് 1/x ഷുഡ് ബി സെയിം ആസ് 1 ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് മൈനസ് 1 ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ്. സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഷുഡ് ബി സെയിം ആസ് തേർഡ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ അല്ലെ. ഇതിന് നമുക്ക് LCM എടുത്തു കഴിഞ്ഞാൽ x മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഷുഡ് ബി ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് മൈനസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ്. ഇത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഇന്റീജർ ആയതുകൊണ്ട് രണ്ടും ഒന്ന് നമുക്ക് വെട്ടിക്കളയാലോ. ഇത്രയും കാര്യം നമുക്ക് ചെയ്യാമല്ലോ. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്, കാരണം ഇത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ആണ്, ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് മൈനസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദ എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു പിന്നെന്താ നമുക്ക് കിട്ടുന്നത്, എക്സ് ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് മൈനസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഇങ്ങനെ കിട്ടുമല്ലോ. അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, എക്സിനെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് നമുക്ക് എഴുതാമല്ലോ അല്ലെ. എങ്ങനെ എഴുതാൻ പറ്റുമല്ലോ, ഈ എക്സിനെ ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് മൈനസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എഴുതാമല്ലോ. ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം കാണുന്നുണ്ടോ? ഇതിനെ എ സ്ക്വയർ അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുമോ ഇല്ലയോ? പറ്റുമല്ലോ. ഇതിനെ ഇപ്പുറത്തോട്ട് വന്നാൽ 2 ഇൻറ്റു ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അതായത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ √2. റൂട്ട് രണ്ട് സൈഡിലും എടുക്കുവാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എഴുതാം. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എപ്പോഴും 0യ്ക്കും 1നും ഇടയ്ക്കാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇതിന് നെഗറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് വാല്യൂനെ അങ്ങ് ഇഗ്നോർ ചെയ്യാം. അതായത് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഇസ് ഓൺലി ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ബൈ √2. ആ നെഗറ്റീവ് പാർട്ടിനെ നമുക്ക് അങ്ങ് എടുത്ത് കളയാം.
ഇത്രയും കാര്യം മനസ്സിലായല്ലോ. നമുക്ക് അടുത്തൊരു കാര്യം അറിയാം, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ലെസ് ദാൻ 1. നമുക്ക് ഇവിടെ അറിയാം ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 2 ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ബൈ √2 ലെസ് ദാൻ 1 എന്ന് നമുക്ക് എഴുതാം. ഇതിനെ ത്രൂ ഔട്ട് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ലെസ് ദാൻ √2 അല്ലെ? അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ലെസ് ദാൻ 1.41. ഇതൊരു ഇന്റീജർ വാല്യൂസ് അല്ലേ? 0ക്കും 1.41 ഇടയ്ക്കുള്ള ഇന്റീജർ വാല്യൂസ് ഏതൊക്കെയാണ്? ഇന്റീജർ വാല്യൂസ് 0യും 1ഉം അല്ലേ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് മനസ്സിലായി ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഇസ് ഐദർ 0 ഓർ 1. മനസ്സിലായല്ലോ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ഇസ് ഐദർ 0 ഓർ 1. ഓക്കെ, ഈ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 0 ആകുവാണെങ്കിൽ നമുക്കറിയാം, ഓൾറെഡി അറിയാം, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ബൈ √2 നമുക്കറിയാം. സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 0 ആകുവാണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് 0 ആകും, 0 ബൈ √2. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 1 ആകുമ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്താണ്? 1 ബൈ √2 എന്ന് വരും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. രണ്ട് കേസുകളാണല്ലോ നമുക്ക് മനസ്സിലായത്. ഇത് ഐദർ 0 ആകാം ഓർ 1 ബൈ √2 ആകാം അല്ലെ? ഇപ്പൊ നമ്മുടെ ചോദ്യം എന്തൊക്കെയായിരുന്നു? ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് ആൻഡ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്. അന്നേരം നമുക്ക് രണ്ട് വാല്യൂസ് കൊടുക്കാം, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് കോമ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന ഓർഡേർഡ് പെയർസിനെ നമുക്ക് 0,0 എന്ന് എഴുതാം ഓർ 1,1 ബൈ √2 എന്ന് എഴുതാം. ഈ രണ്ട് വാല്യൂസിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് മനസ്സിലാക്കാം. അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് 0 ആകുമ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് 0 ആകും, ഇത് 1ഉം 1 ബൈ √2 ആകും. ഇങ്ങനത്തെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാര്യം പിടിയിട്ടല്ലോ. ഓക്കെ, അടുത്തത് നമുക്കൊരു സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചല്ലോ. പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മുടെ ഇതിൽ പഠിച്ചു, എവിടെയാ? NCERT-യിൽ പഠിച്ചു. ഇനി അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. സിഗ്നം ഫംഗ്ഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ y is equal to SGN of x. ഇങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, y is equal to SGN of x. രണ്ടാമത്തെ പോയിന്റ് SGN of x നെ ഡിഫൈൻ ചെയ്തേക്കുന്നത് മോഡുലസ് ഓഫ് x by x when x is not equal to 0. ഈ ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ? ആൻഡ് 0 when x is equal to 0. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് എക്സ് ആകും, എക്സ് ആൻഡ് എക്സ് ക്യാൻസൽ ചെയ്ത് 1 ആകും. 0 ആയിരിക്കും when x is equal to 0 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ് മൈനസ് എക്സ് ആകും, മൈനസ് എക്സ് ബൈ എക്സ് -1 ആകും. സോ ദിസ് ഇസ് when x is less than 0. ഈ ഒരു ഡെഫിനിഷനും നിങ്ങൾക്ക് കാണാം. ഇത് രണ്ടും ഇതിന്റെ സെയിം ഡെഫിനിഷൻ തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിച്ചാൽ 0, 1, 2, 3, -1, -2, -3, 1, 2, -1, -2. 0 ആകുമ്പോൾ 0 ആണെന്ന് തന്നെ തന്നിട്ടുണ്ട് അല്ലെ? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഏതൊരു വാല്യൂസിലും 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അല്ലെ? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ -1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് വിട്ടുപോയിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അല്ലെ? ഇതൊക്കെയല്ലേ വാല്യൂസ്. ഇത് y is equal to 1 ആണ്, ഇത് y is equal to -1 ആണ്. ഓക്കെ, ഇതിന്റെ ഡൊമെയിൻ എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ? റേഞ്ച് എന്താണ്? ഏതൊക്കെ വാല്യൂസ് y എടുക്കാൻ പറ്റും? റേഞ്ച് ജസ്റ്റ് -1, 0, 1 എന്നുള്ള 3 വാല്യൂസ് മാത്രമേ റേഞ്ചിൽ എടുക്കാൻ പറ്റൂ. ഓക്കെ, വേറൊരു കാര്യം, ഇതും R ക്ലബിൽ പെടുന്നതാണ്. ഡൊമെയിൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിഗ്നം ഫംഗ്ഷൻസ് ഓഫ് എഫ് ഓഫ് എക്സിനെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. എഫ് ഓഫ് എക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? അതും 1 ആയിരിക്കും. എപ്പോൾ? എഫ് ഓഫ് എക്സ്, സിഗ്നം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ എക്സിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. സിഗ്നം ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഈ സിഗ്നം ഫംഗ്ഷന്റെ ഉള്ളിൽ വരുന്ന കാര്യം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1 ആയിട്ട് വരും. എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ -1 ആയിട്ട് വരും. അല്ല, 0 ആണെങ്കിൽ 0 ആയിട്ട് വരും, -1 ആയിട്ട് വരും when f of x is less than 0. ഇങ്ങനെയല്ലേ ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്? കാര്യം പിടിയിട്ടല്ലോ. ഇവിടെയും റേഞ്ച് എപ്പോഴും തന്നെ എന്തായിട്ട് വരും? -1, 0, 1 ആയിട്ട് വരും. ഡൊമെയിന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിട്ട് വരുന്നതായിട്ട് കാണാം ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കുറച്ച് ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് ചെയ്യാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സിഗ്നം ഓഫ് e raised to x?
ഇന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇത് 1 ആയിരിക്കും when e raised to x greater than 0 and e raised to x 0 ആകുമ്പോൾ 0 ആകും, -1 ആകും when e raised to x less than 0 ആകുമ്പോൾ. നമുക്ക് e raised to x ന്റെ ഗ്രാഫ് ആർക്കൊക്കെ ഓർമ്മയുണ്ട്? e raised to x ന്റെ ഗ്രാഫ് ഇങ്ങനെ വിട്ടടിച്ചു പോകുന്ന ഗ്രാഫ് അല്ലേ? ഇത് എവിടെയെങ്കിലും നെഗറ്റീവ് വാല്യൂ എടുക്കുമോ e raised to x? ഇല്ല. e raised to x എവിടെയെങ്കിലും 0 ആകുമോ? ഇല്ല. അതായത് ഈ രണ്ട് കേസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് സിഗ്നം ഓഫ് e raised to x നെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് 1 when e raised to x is greater than 0. ഇത്രയും കാര്യങ്ങളെ നമുക്ക് അറിയത്തുള്ളൂ. സിഗ്നം ഓഫ് e raised to x is 1. അതായത് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് 1 ആണ് when e raised to x is greater than 0. ഗ്രാഫ് ഇങ്ങനെ 1 ആയിട്ട് വരും അല്ലെ? എല്ലാ വാല്യൂസിലും തന്നെ അത് 1 ആയിട്ട് വരും. കാരണം e raised to x എപ്പോഴും greater than 0 അല്ലേ എല്ലാ വാല്യൂസിലും. സോ ഇത് 1 ആയിട്ട് ഇങ്ങനെ വിട്ടടിച്ചങ്ങ് പോകുന്നതായിട്ട് കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇതിന്റെ റേഞ്ച് എന്താണെന്ന് നമുക്ക് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് 1 ആയിട്ട് വരും. സിഗ്നം ഓഫ് e raised to x ന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഓൺലി 1 ഇവിടെ വാല്യൂ എടുക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചെയ്യാം. y is equal to signum of x square. ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ എഴുതുന്നത്? ജസ്റ്റ് ലൈക്ക് പ്രീവിയസ് കേസ് 1 0 -1. It is 1 when x square is greater than 0. It is 0 when x square is equal to 0. And it is -1 when x square is less than 0. ഇങ്ങനെയല്ലേ ഇതിന്റെ കാര്യങ്ങൾ എടുക്കുന്നത്? എക്സ് സ്ക്വയർ എപ്പോഴെങ്കിലും ലെസ് ദാൻ 0 ആകാൻ പറ്റുമോ? പറ്റില്ല. അന്നേരം ഈ കേസ് അവോയ്ഡ് ചെയ്യാം. എക്സ് സ്ക്വയർ 0 ആകാം, ഗ്രേറ്റർ ദാൻ 0 ആകാം. അന്നേരം രണ്ട് കേസുകളെ നമുക്ക് ഇതിന്റെ അകത്ത് പറ്റത്തുള്ളൂ. ആദ്യം എക്സ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ ടെക്നിക്കലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന കേസിൽ അല്ലെ? അപ്പൊ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസിലും അങ്ങനെ തന്നെയല്ലേ വരുന്നത്? എക്സ് സ്ക്വയർ 0 വരും അല്ലെ? അതായത് 0 ഇതിന്റെ വാല്യൂ 0 എന്ന് നമുക്കറിയാം. ഗ്രേറ്റർ ദാൻ 0, അതായത് വേറെ ഏത് വാല്യൂസിലും ഇത് 1 എന്ന് തന്നെ വരും. ഇവിടെ ഒരു ഹോൾ ഇടുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫ് ആയിരിക്കും ഇതിന്റെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. എക്സിന്റെ എല്ലാ വാല്യൂസിനും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതിന്റെ ഗ്രാഫ്. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ? ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഇൻറ്റു എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 0 ഇൻറ്റു എക്സ് മൈനസ് 0 ഗ്രേറ്റർ ദാൻ 0. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 യൂണിയൻ എക്സ് ലെസ് ദാൻ 0. അതായത് എല്ലാ വാല്യൂസ് ഓഫ് എക്സിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് തന്നെയല്ലേ അർത്ഥം? ഇപ്പൊ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഗ്രാഫ് വരയ്ക്കേണ്ടത്. കുറച്ചൊക്കെ കത്തുന്നില്ലേ? കുറെ ചോദ്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങും. അടുത്ത ചോദ്യം, y is equal to സിഗ്നം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 നമ്മൾക്ക് എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. y is equal to സിഗ്നം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഫൈൻ. ഇതിന്റെ ഡെഫിനേഷൻ നമ്മൾക്ക് എങ്ങനെ എഴുതുന്നത്? ഇത് 1 ആയിരിക്കും when x square minus 1 greater than 0. 0 ആയിരിക്കും when x square minus 1 is equal to 0. -1 ആയിരിക്കും when x square minus 1 less than 0. അല്ലെ? ആദ്യത്തെ കേസ് എടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0, അതായത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലെ? ഇതെപ്പോഴാ വരുന്നത്? ഗ്രേറ്റർ ദാൻ 0 വരുന്നത്. ഇത് 1ഉം -1ഉം ആണെങ്കിൽ ഈ വാല്യൂസിലും ഈ വാല്യൂസിലും എല്ലാം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് 1 ആയിരിക്കും ഫോർ ഓൾ ദീസ് വാല്യൂസ് ഓഫ് എക്സ്. എക്സ് സ്ക്വയർ മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് -1നും 1നും ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും ഇത് 1 ആയിട്ട് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഗ്രാഫ് വരച്ചു തുടങ്ങുവാണെങ്കിൽ ഓക്കെ, സോ അതായത് y is equal to 1 when x belongs to ഇതിനെ ഷോർട്ട് -∞ to -1 യൂണിയൻ 1 to infinity. ഈ കാര്യം നമുക്ക് ആദ്യത്തത് മനസ്സിലാക്കി. ആദ്യത്തതിൽ നിന്ന് അടുത്ത പാർട്ട് എന്താണ്? കേസ് 2, എക്സ് സ്ക്വയർ മൈനസ് 1 is equal to 0 വന്നാൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 is equal to 0. അതായത് എക്സ് is equal to 1 or -1. അതായത് എക്സ് 1ലും -1ലും y is equal to എന്താണ്? 0 എന്ന് വരും. അടുത്ത കേസ് എക്സ് സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ 0, അതായത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? ഇത് ഏതൊക്കെ വാല്യൂസിലാണ് ലെസ് ദാൻ 0 വരുന്നത്? ഇത് നമ്മൾ കുന്തം വെച്ച് കുത്തുന്ന കേസ് അല്ലേ? അതായത് -1നും 1നും ഇടയ്ക്ക് ഇത് ലെസ് ദാൻ 0 വരും അല്ലെ? സോ y is equal to -1 when x is lying between -1 and 1. ഇതിനെ മൂന്നിനെയും കൂടെ നമുക്കൊരു ഗ്രാഫിൽ എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത്? y is equal to 1, y is equal to -1,
അടുത്തത് 1 2 ഒക്കെ ചുമ്മാ വരച്ചേക്കാം, -1 -2. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എന്താണ്, വെൻ y is equal to 1, വെൻ x -1 ചെറുതോ 1 കൂടുതലോ ആണെങ്കിൽ 1 ആണ്. -1 ചെറുതോ 1 കൂടുതലോ ആണെങ്കിൽ ഇത് 1 ആണ്. ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, ഇങ്ങനെ വിട്ടടിച്ചു പോവാ, ഇങ്ങനെ വിട്ടടിച്ചു പോവാ. പിന്നെ എവിടെയാണ് അത് 0 വരുന്നത്? 1 -1 അത് 0 ആണ്. അതായത് ഇവിടെ ഒരു ഡാർക്ക് ബോൾ ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു ഡാർക്ക് ബോൾ ഇട്ട് കൊടുക്കുക, അല്ലെ? പിന്നെ -1 1 ഇടയ്ക്ക് എവിടെയാണ്? അത് -1 ആണെന്ന് അറിയാം. -1 1 ഇടയ്ക്ക് അത് -1 ആണെന്ന് അറിയാം. ഇവിടെ ഹോൾ ഇട്ട് കൊടുക്കുക, ഇവിടെ ഹോൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആയിരിക്കണമല്ലോ ഇതിന്റെ ഗ്രാഫ്. ഇതിന്റെ റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ റേഞ്ച് 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, -1 വരുന്നുണ്ട്, അല്ലെ? ഇത്രയും കാര്യങ്ങൾ വരുന്നില്ലേ? ഇത്രയും വാല്യൂസ് ഇതിൽ വരുന്നുണ്ട്. റേഞ്ച് ഡൊമൈൻ ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാം തന്നെ ഇതിന്റെ അകത്തും ഡൊമൈൻ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സിഗ്നത്തിന്റെ 2-3 ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ചെയ്യാം. സിഗ്നം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് y is equal to സിഗ്നം ഓഫ് x square minus 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? 1 ആയിരിക്കണം when x square minus 9 greater than 0. 0 ആയിരിക്കണം x square minus 9 equal to 0. -1 ആയിരിക്കണം x square minus 9 less than 0. ആദ്യത്തെ കേസ് x square minus 9 equal to 0 വന്നു കഴിഞ്ഞാൽ, അതായത് y is equal to 0, y is equal to 0 when x square minus 9 is equal to 0. അതായത് x is equal to 3 or -3, അല്ലെ? x 3 or -3 ആണെങ്കിൽ y വാല്യൂ 3 ഉം -3 ആണ്. നമുക്ക് ആദ്യം മനസ്സിലായി. അടുത്തത് y is equal to 1 when which case x square minus 9 greater than 0. അതായത് x minus 3 into x plus 3 greater than 0. അതായത് x belongs to -infinity to -3 union 3 to infinity. ഇത്രയും വാല്യൂസിൽ y വാല്യൂ 1 ആണെന്ന് വരും. അടുത്തത് y is equal to -1. y is equal to -1 എപ്പോഴാ വരുന്നത്? വീണ്ടും നിങ്ങൾക്ക് തന്നെ അറിയാം എപ്പോഴാ വരുന്നത്. when x square minus 9 less than 0. അതായത് x plus 3 into x minus 3 less than 0. ഇതിനെ നമ്മൾക്ക് വരച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയാ ഇതിന് കുത്തുള്ളൂ അല്ലേ? അതായത് -3ക്കും +3ക്കും ഇടയ്ക്കുള്ള വാല്യൂസിലല്ലേ ഈ കാര്യം സംഭവിക്കുന്നത്. അതായത് when x belongs to -3 to 3. ഇതിന്റെ ഗ്രാഫ് നമ്മൾ വീണ്ടും വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ 0 1 2 -1 -2 1 -1, അല്ലെ? when x 3യും -3യും ആകുമ്പോൾ 0, -3യിലും 0, 3യിലും 0, അല്ലെ? -3യെക്കാട്ടിലും കൂടുതലോ -3യെക്കാട്ടിലും കുറവോ 3യെക്കാട്ടിലും കൂടുതലോ ആണെങ്കിൽ എത്രയാണ്? 1 എന്ന് വരും. സോ ദിസ് ഇസ് y is equal to 1. ഈ -3ക്കും 3ക്കും ഇടയ്ക്ക് ഇതിന്റെ വാല്യൂസ് എത്രയാണ്? -3ക്കും 3ക്കും ഇടയ്ക്ക് ഇതിന്റെ വാല്യൂസ് y is equal to -1 ആണ്, അല്ലെ? ഇങ്ങനെയാണല്ലോ നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഈ ഒരൊറ്റ ഗ്രാഫിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കേസുകളായിട്ട് ഇതിനൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്കി എല്ലാവർക്കും ഇനി എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് y is equal to സിഗ്നം ഓഫ് x square minus x plus 1. നമുക്കറിയാം x square minus x plus 1 എടുത്ത അതിന്റെ ഡിസ്ക്രിമിനന്റ് 0യും a greater than 0യും ആണ്. അതായത് ഇത് എപ്പോഴും പോസിറ്റീവ് അല്ലേ? ഇതിന്റെ ഡെഫിനിഷൻ എഴുതുകയാണെങ്കിൽ ഇത് 1 ആയിരിക്കണം when x square minus x plus 1 greater than 0. 0 ആയിരിക്കണം when x square minus x plus 1 equal to 0, അല്ലെ? ആൻഡ് -1 ആയിരിക്കണം when x square minus x plus 1 less than 0. ഇത് ലെസ് ദാൻ 0യും ആവില്ല, ഈക്വൽ ടു 0യും ആവില്ല. ഈ ഒരു ഒറ്റ കേസല്ലേ പറ്റത്തുള്ളൂ. അതായത് ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് 1 മാത്രമാണ്. The values it can take is just 1 because only this case is valid. കാര്യങ്ങളൊക്കെ പിടിയിട്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, വളരെ ഹൈ ലെവലിലാണ് നമ്മൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആ ഒരു ഫ്ലോയിൽ എത്തി തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ,
അടുത്ത കുറച്ച് പ്രോപ്പർട്ടീസ്, ഇതുവരെ പഠിച്ച കുറച്ച് കാര്യങ്ങളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സെയിം ആസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് അല്ലേ? കാരണം ഇത് ഓൾറെഡി ഒരു ഇന്റീജർ വന്നു, പിന്നെ അവർ പുറത്തുള്ളത് ഡസ് നോട്ട് പ്ലേ എനി റോൾ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 7 എന്ന് പറയുന്നത് സെയിം ആസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 7 അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്താണ്? അതും ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് തന്നെ ആയിരിക്കും. മോഡുലസ് ഓഫ് എക്സ് ആണ്, അത് സെയിം ആസ് മോഡുലസ് ഓഫ് എക്സ് ആണ്. ഈ മോഡുലസ്, ഫ്രാക്ഷണൽ പാർട്ട്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സെയിം ആയിട്ട് സെയിം തന്നെ. സിഗ്നം ഓഫ് എക്സ് എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതും സിഗ്നം ഓഫ് എക്സും സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കുക. സോ സിഗ്നം ഓഫ് എക്സ് സെയിം ആസ് സിഗ്നം ഓഫ് എക്സ്. ഓക്കെ. അടുത്ത രണ്ടാമത്തെ ഒരു പോയിന്റ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് വിൽ ഡെഫിനറ്റ്ലി ലൈ ബിറ്റ്വീൻ 0 and 1. 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഗ്രേറ്റസ്റ്റ് ഇന്റിജറിൽ കൊടുത്തു കഴിഞ്ഞാൽ 0 മാത്രമല്ലേ എഴുത്തുള്ളൂ. സോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് ഇസ് 0. മനസ്സിലായോ? അതേപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് എന്താണ്? അതും 0 ആയിരിക്കും. കാരണം എന്താ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ഒരു ഇന്റിജർ വാല്യൂ തരുന്നുണ്ട്, അതിന് ഫ്രാക്ഷണൽ പാർട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് 0 ആയിട്ട് വരും. ഓക്കെ. അടുത്ത മൂന്നാമത്തെ ഒരു പോയിന്റ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് പ്ലസ് വൈ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് വൈ. എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. എക്സാമ്പിൾ, let's say x is equal to 1.98, y is equal to 1.98. So greatest integer of x plus y will be greatest integer of 1.98 plus 1.98. അതായത് this should be 3.96 അല്ലെ? 3.96 എന്ന് വരത്തില്ലേ? That is greatest integer of 3.96 is 3. ഇതിനെ ഇൻഡിവിജ്വലി എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് 1, ഇത് 1, ഇത് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ? സാറ്റിസ്ഫൈഡ് ആണല്ലോ? ഓക്കെ. സോ ഇങ്ങനെ ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതൊന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. സോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് വൈ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പിടികിട്ടുന്നതായിട്ട് മനസ്സിലാക്കാം. അടുത്തൊരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് greatest integer of x1 plus x2 plus x3 plus etc plus x10 minus greatest integer of x1 plus greatest integer of x2 plus etc plus greatest integer of x10. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിനൊരു നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു കൊടുക്കാം ഇതിന്റെ ഉത്തരം എങ്ങനെയാ വരുന്നതെന്ന്. ഇതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം 2.99 x എല്ലാത്തിനും ഞാൻ 2.99 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ greatest integer of 2.99 plus 2.99 plus etc plus 2.99, ഇതെന്താ വരുന്നത്? 10 times of 2.99, അതായത് 29.9. greatest integer of 29.9 എന്ന് പറയുന്നത് എത്രയാണ്? 20 എന്ന് വരും. ഓക്കെ. ഈ പാർട്ട് കിട്ടി. ഇതിന്റെ ഇൻഡിവിജ്വലി എല്ലാം എടുത്തു കഴിഞ്ഞാൽ 2 plus 2 etc 10 അല്ലേ? ഇത് 2 വരും. ഇത് എത്ര വരുന്നത്? ഇത് 29. സോറി, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് ഇതെന്ന് പറയുന്നത് 29. ഇതെല്ലാം കൂടെ 2 10 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ 20. സോ ഫൈനൽ ആൻസർ എന്താണ്? 29 minus 20, അതായത് 9 എന്ന് വരും. കാര്യം പിടികിട്ടിയോ? ഇപ്പൊ ഒരു എക്സാമ്പിളും കൂടെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് x1 plus x2 plus x3 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് x1 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് x2 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് x3 എന്നാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, ഇതിനെ ഇപ്പം 1.99 പ്ലസ് 1.99 പ്ലസ് 1.99 ഇട്ടിട്ട് മൈനസ് ഇതിന്റെ എല്ലാം ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എടുത്ത 1 പ്ലസ് 1 പ്ലസ് 1. ഓക്കെ. ഇതെല്ലാം എന്തായാലും 5 പോയിന്റ് സംതിങ് എന്നായിരിക്കുമല്ലോ വരുന്നത്. സോ ഇത് 5 എന്ന് വരും, മൈനസ് 3 എന്ന് വരും, 2 എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ ഇങ്ങനത്തെ ഒരു പാറ്റേൺ വരുമ്പോൾ എപ്പോഴും നമ്പർ ഓഫ് ടേംസ് -1. ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 10 -1. ഇവിടെ നമ്പർ ഓഫ് 10 ടേംസ് എത്രയാണ്? 3 -1. In all these cases the answer will be number of terms -1 എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉത്തരമായിട്ട് ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ നമ്പർ ഓഫ് ടേംസ് -1 will be your final answer here. Okay. അടുത്തൊരു കോൺസെപ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തോ. ഡൊമെയിൻ ഓഫ് ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ മനസ്സിലാക്കാം. ഇഫ് f of x is defined എന്ന് പറഞ്ഞാൽ x എടുക്കുന്ന വാല്യൂസ്
ഇൻ -3 to 2, അതായത് എക്സ് എടുക്കുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് -3 to 2 ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ തന്നെ ആയിക്കോട്ടെ. Then find the domain of f of modulus of greatest integer of x. Okay, നമുക്കറിയാം it is defined in -3 to 2 എന്ന് പറഞ്ഞാൽ എഫിനകത്ത് പോകുന്ന എന്ത് സാധനവും -3ക്കും 2നും ഇടയ്ക്കായിരിക്കണം. അതാണ് അതിന്റെ മീനിങ്. ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ എന്നാണ്. ഈ എഫ് ഓഫ് വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എഫിനകത്ത് പോകുന്ന എല്ലാ സാധനത്തിന്റെയും വാല്യൂസ് ഈ ഒരു റേഞ്ചിലാണെന്നാണ്. അതായത് ഇതിന്റെ അർത്ഥം -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നല്ലേ. ഇതിന്റെ ഉള്ളിൽ പോയ സാധനം -3ക്കും 2നും ഇടയ്ക്ക് എപ്പോഴെന്തായാലും ആയിരിക്കണം എന്നാണല്ലോ ഇതിന്റെ അർത്ഥം. സി മോഡുലസ് എപ്പോഴും നെഗറ്റീവ് ആകുമോ? ഇല്ല. അതുകൊണ്ട് ഇഗ്നോർ, നോട്ട് പോസിബിൾ. അതായത് നമുക്കറിയാം മോഡുലസ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് മനസ്സിലായി അല്ലെ. മോഡുലസ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ്, മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് കുതിര ഗ്രാസ് തിന്നാൻ പറ്റുന്ന റേഞ്ച് അല്ലെ. അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് എവിടെ നിന്ന് എവിടെ വരെ വരും? 2നും -2നും ഇടയ്ക്ക് വരെ വരും. കാര്യം മനസ്സിലാവും. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് 2നും -2നും ഇടയ്ക്ക് 1, 2, 3 വരെ മാർക്ക് ചെയ്തേക്കാം. എവിടെ ആവശ്യം വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സ് -2 വരണമെങ്കിൽ എവിടെ വരെ പറ്റും? ഈ -2 വരെ പറ്റും അല്ലെ. എക്സ് -2ൽ നിന്ന് 3 വരെയുള്ള ഏത് വാല്യൂസിലും ഇത് പറ്റില്ലേ? 3 വരെയുള്ള ഏത് വാല്യൂസിലും ഈ ഒരു കാര്യം പോസിബിൾ ആണ്. നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സിന്റെ എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലായില്ലേ. അത് എക്സ് ബിലോങ്സ് ടു -2 to 3 എന്ന് കാര്യം പിടികിട്ടും പെട്ടെന്ന് തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഫൈനൽ ചോദ്യം കൂടി ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള നമുക്കൊന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: f of x is defined in 0 to 1, then domain of f of e power x plus f of log mod x. ഡിഫൈൻഡ് ഇൻ 0 to 1 എന്ന് പറഞ്ഞാൽ എഫിനകത്ത് പോകുന്ന എല്ലാ സാധനത്തിന്റെയും വാല്യൂസ് ആ റേഞ്ചിലാണ്. അതായത് ഇ റേസ് ടു എക്സും ഈ വാല്യൂ റേഞ്ചിലായിരിക്കണം, ലോഗ് മോഡ് എക്സും ഈ വാല്യൂസിലായിരിക്കണം. എന്നാൽ നമുക്ക് രണ്ട് കേസ് എടുക്കുവാണെങ്കിൽ ആദ്യത്തെ ഇ റേസ് ടു എക്സ് 0ക്കും 1നും ഇടയ്ക്കായിരിക്കണം. അതേപോലെ തന്നെ ലോഗ് മോഡ് എക്സും 0ക്കും 1നും ഇടയ്ക്കായിരിക്കണം അല്ലെ. നമുക്ക് ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് എല്ലാവർക്കും ഇങ്ങനെ പോവാന്നറിയാലോ അല്ലെ. അതായത് എക്സിന്റെ വാല്യൂസ് ഇ റേസ് ടു എക്സ് ഈ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0,1 അല്ലേ. ഇ റേസ് ടു എക്സ് 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഓഫ് 0 ആയിരിക്കണമല്ലോ ഇത്. അതായത് എക്സ് ബിലോങ്സ് ടു ഇ റേസ് ടു എക്സ് 0ക്കും 1നും ഇടയ്ക്ക്. അതായത് ഇത് 1 ഇവിടാണ്, 0 ഇവിടെയാണ്. 0ക്കും 1നും ഇടയ്ക്ക് ഇങ്ങനത്തെ എല്ലാ വാല്യൂസിലും ഇങ്ങനെ പോവല്ലേ. അതായത് എക്സ് ബിലോങ്സ് ടു -∞ to 0 ഉള്ള എല്ലാ വാല്യൂസിലും ഇത് സംഭവിക്കുമല്ലോ അല്ലെ. അതായത് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0, ഇതല്ലേ അതിന്റെ അർത്ഥം. ഇനി ഇ റേസ് ടു കൊണ്ട് രണ്ട് സൈഡിലും എടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു -∞ ലെസ് ദാൻ ഇ റേസ് ടു എക്സ് ലെസ് ദാൻ ഇ റേസ് ടു 0 എന്ന് പറയുന്നത് എത്രയാണ്? ഇ റേസ് ടു 0 എന്ന് പറയുന്ന 1 അല്ലേ അല്ലെ. ഇ റേസ് ടു 0 ഇങ്ങനെയല്ലേ നമുക്ക് അറിയാവുന്നത്. അതായത് എക്സ് ബിലോങ്സ് ടു -∞ to 0 എന്ന് നമുക്കറിയാം അല്ലെ. അടുത്തത് ഇതിന് 0 ലെസ് ദാൻ ലോഗ് മോഡ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? 0 എന്ന് പറയുന്നത് എന്താണ്? ലോഗ് 1 അല്ലേ 0 ടു ദ ബേസ് ഇ. ഇതെല്ലാം ബേസ് ഇ ആണ്. ഇതെന്താണ്? ലോഗ് ഇ ആണല്ലോ, ടു ദ ബേസ് ഇ ആണല്ലോ 1 എന്ന് പറയുന്നത്. ലോഗരിതത്തിൽ നത്തിങ് ഈസ് മെൻഷൻ ബേസ് ഇ ആണെന്ന് നമ്മൾ ലോഗരിതം പഠിപ്പിച്ചപ്പോൾ പഠിച്ചു. ഇതാണ് ഞാൻ ലോഗരിതം ഒക്കെ ആദ്യമേ കവർ ചെയ്ത് പോയത്. ഓക്കെ, ഈ 0യെ ലോഗ് 1 എന്ന് എഴുതാം, ലോഗ് മോഡ് എക്സ് അങ്ങനെ തന്നെ 1നെ ലോഗ് ഇ എന്ന് എഴുതാം അല്ലെ. ഇത്രയും കാര്യം നമുക്കറിയാലോ. ഓക്കെ, ഇപ്പൊ എല്ലായിടത്തും ലോഗ് ഉള്ളത് കൊണ്ട് ഇൻഇക്വാലിറ്റി സെയിം ആക്കാനായിട്ട് 1 ലെസ് ദാൻ മോഡ് എക്സ് ലെസ് ദാൻ ഇ എന്ന് നമുക്ക് എഴുതിയാലോ. അതായത് ഇപ്പൊ എക്സ് ബിലോങ്സ് ടു എവിടെ വരെയാണ്? മോഡ് എക്സ് 1നും ഇക്കും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് കുതിര 1നും ഇക്കും ഇടയ്ക്കുള്ള, അതായത് -1ഉം -ഇയും 1ഉം ഇയും
അല്ലെ? ഇതിനിടയ്ക്കുള്ള വാല്യൂസ് കിട്ടുമെന്നല്ലേ അറിയാം അർത്ഥം. അത് എക്സ് ബിലോങ്സ് ടു -e to -1 യൂണിയൻ 1 to e എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഈ വാല്യൂവും സാറ്റിസ്ഫൈ ചെയ്യണം, ഈ വാല്യൂവും സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എവിടെയാ വരുന്നത്? -e to -1 ഇതിന്റെ ഇന്റർസെക്ഷൻ വരുന്നത്. രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു -e to -1. കാര്യം പിടികിട്ടിയോ? നല്ല കട്ട ചോദ്യമായിരുന്നു. നല്ല കോൺസെപ്റ്റുവൽ ആയിട്ട് മനസ്സിലാക്കി. ഈ ഗ്രാഫും ലോഗും ഇൻഇക്വാലിറ്റിയും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പിന്നെ എഫിന്റെ അകത്ത് സംതിങ് വന്നു കഴിഞ്ഞാൽ എക്സ് എടുക്കുന്ന വാല്യൂസ് തന്നെ വരും എന്നുള്ള കോൺസെപ്റ്റ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമായിരുന്നു ഇത്. ഓക്കെ, സോ ഇപ്പൊ ഇതോടുകൂടി നമ്മൾ ഡൊമൈൻ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഫുള്ളി അല്ല, ഇനി റേഞ്ച് വരുന്നുണ്ട്. റേഞ്ച് നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്യും. റേഞ്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓർക്കുക, ഞാൻ കുറച്ച് ട്രിഗ്നോമെട്രിയും യൂസ് ചെയ്യും. ഓക്കെ, റേഞ്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ട്രിഗ്നോമെട്രി ഒന്ന് റിവൈസ് ചെയ്യുക. ട്രിഗ്നോമെട്രിയിലെ കുറച്ച് കാര്യങ്ങളെ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. സൈൻ എക്സിന്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കും, കോസ് എക്സിന്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കും എന്ന് ഞാൻ എഴുതും. പിന്നെ a cos x പ്ലസ് b sin x എന്നുള്ള ഒരു ഫോം വന്നു കഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് ഓഫ് വാല്യൂസ് -√(a² + b²നും +√(a² + b²നും ഇടയ്ക്കാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ യൂസ് ചെയ്യും. ഇതിന്റെ പ്രൂഫ് ഒക്കെ ഞാൻ ട്രിഗ്നോമെട്രി പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പൊ ട്രിഗ്നോമെട്രി പഠിപ്പിക്കാൻ സാർ ഇത് യൂസ് ചെയ്യുന്നത് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴത്തേക്ക് ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ചോദ്യം എല്ലാം ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് ഞാൻ കുറച്ച് റേഞ്ച് പഠിപ്പിക്കും. കാരണം ഞാൻ അത് ട്രിഗ്നോമെട്രി പഠിപ്പിക്കുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സപ്പ് ആയി പോകും. ഈ 3 കോൺസെപ്റ്റ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ അടുത്ത വീഡിയോയിൽ അത് അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. സോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് പൊളിച്ചെടുക്കാൻ ചെയ്യുക. ഐ എം ഷുവർ ദാറ്റ് ഈ കോഴ്സ് ഫുൾ ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഫ്രീ ആയിട്ട് എങ്ങും ഈ ഒരു ലെവലിൽ പഠിപ്പിച്ചിട്ടില്ല. കോച്ചിങ് സെന്റർ, ഞാൻ കോച്ചിങ് സെന്ററുകളിൽ പഠിപ്പിക്കുന്ന പല ടീച്ചർമാരെയും കാണുന്നതാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ച ആളാണ്. അവിടെ എന്താ പഠിപ്പിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അവിടുത്തെ ഏറ്റവും പ്രീമിയം ബാച്ചിൽ പഠിച്ച ഒരാൾ തന്നെയാണ് ഞാൻ. ഓക്കെ, സോ അവിടെ ഒന്നും തന്നെ ഇത്രയും ലെവലിൽ കവർ ചെയ്യാറില്ല, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യാറില്ല. വി ആർ ഡൂയിങ് അവർ ബെസ്റ്റ്, അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട്. ഇതിന്റെ മാക്സിമം യൂസ് ചെയ്യുക. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാനാണ്, നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലും എല്ലാം ഷെയർ ചെയ്യട്ടെ. എല്ലാവരും പഠിക്കുക, അടിച്ചു പൊളിക്കാം. വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.